പ്രിയപ്പെട്ട ബികോം വിദ്യാർത്ഥികളെ, നമ്മൾ ഇൻകം ടാക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻകം ടാക്സിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബേസിക് കോൺസെപ്റ്റിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന കുറെ ടേമുകൾ അഥവാ ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട കുറെ ടേമുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ടാക്സ് ലയബിലിറ്റി. അഥവാ ആരാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത്? ഇൻകം ടാക്സ് അടക്കേണ്ടത് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അളന്നതിന് ശേഷമാണ്. ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? അയാള് ഇൻകം ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാം. അപ്പോ the incidence of tax or tax liability of a person depends upon the residential status of a person. അല്ലെ? ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ ഇൻകം ടാക്സിന്റെ ലയബിലിറ്റി കണക്കാക്കുന്നത്. അല്ലെങ്കിൽ അയാൾ ഇൻകം ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണോ, അസസി ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാം. Then residential status എന്ന് പറഞ്ഞാൽ an assessee is determined with the reference to his residence in India during the previous year. നമ്മൾ പറഞ്ഞ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്റെ ടാക്സ് ആണ് നമ്മൾ എവിടെ അടക്കാറുള്ളത്? അസസ്മെന്റ് ഇയറിൽ അടക്കാറുള്ളത്. അല്ലെ, അസസ്മെന്റ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതാണ്? പ്രീവിയസ് ഇയറിലെ ഇൻകം ആണ്. അപ്പോ പ്രീവിയസ് ഇയറിൽ ഒരാൾ ഇന്ത്യയിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രീവിയസ് ഇയർ ആണോ, ആ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ എത്ര കാലം റെസിഡന്റ് ആയിരുന്നു, താമസിച്ചിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ അളക്കാറുള്ളത്. അപ്പൊ പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകത്തിന്റെ മുകളിലാണ് ടാക്സ് അടക്കേണ്ടത്. ആ പ്രീവിയസ് ഇയറിൽ ഒരാൾ ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കാറുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അയാള് എത്ര ടാക്സ് അടക്കണം, അടക്കാൻ ബാധ്യസ്ഥനാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാറുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായിട്ട് രണ്ട് കണ്ടീഷനുകളാണുള്ളത്. അഥവാ രണ്ട് ബേസിക് കണ്ടീഷനുകളും രണ്ട് അഡീഷണൽ കണ്ടീഷനുകളുമാണ് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അളക്കാൻ വേണ്ടിയുള്ളത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അളക്കുന്നത് രണ്ട് കണ്ടീഷനുകളുടെ അടിസ്ഥാനത്തിലാണ്. രണ്ട് ബേസിക് കണ്ടീഷനുകളും രണ്ട് അഡീഷണൽ അല്ലെങ്കിൽ അതിനോടൊപ്പമുള്ള രണ്ട് കണ്ടീഷനുകളും സബ്സീക്വന്റ് കണ്ടീഷനുകളും ഉണ്ടായിരിക്കും. നോക്കാം. ബേസിക് കണ്ടീഷൻ ഒന്നാമത്തെ പറഞ്ഞു, he is in India in the previous year for a period of 182 days or more. ആ പ്രീവിയസ് ഇയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രീവിയസ് ഇയറിൽ ഇയാൾ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടാകണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 2019-20 ആണ്. അസസ്മെന്റ് ഇയർ 2020-21 അല്ലെ. അപ്പൊ പ്രീവിയസ് ഇയർ 2019-20 കാലഘട്ടങ്ങളിൽ 2019 ഏപ്രിൽ 1 മുതൽ 2020 മാർച്ച് 31 വരെയുള്ള ഈ 12 മാസത്തിൽ 182 ദിവസം 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഓക്കെ ആകും. അപ്പൊ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ മനസ്സിലാക്കുക. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? ആ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം? 182 ദിവസം 182 ഡേയ്സ് അല്ലെ. ഇനി രണ്ടാമതൊരു ബേസിക് കണ്ടീഷനും കൂടി ഉണ്ട്. ഈ 182 ഡേയ്സ് ആവാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരാൾ 182 ദിവസം ഇന്ത്യയിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ കൂടി നോക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ് പറയുന്നത്, he has been in India for at least 365 days during the 4 years preceding the previous year. പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പിലുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം, അറ്റ്ലീസ്റ്റ് 365 ദിവസം. എങ്ങനെയാ? പ്രീവിയസ് ഇയറിന്റെ തൊട്ടു മുമ്പിലെ 4 വർഷങ്ങൾ. നമ്മുടെ പ്രീവിയസ് ഇയർ 19-20 ആണ് എങ്കിൽ അതിന് തൊട്ടു മുമ്പില് 18-19, 17-18, 16-17, 15-16. ഇപ്പൊ 2015-16 മുതൽ ഇങ്ങോട്ടേക്കുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക. അത് മാത്രം പോരാ, ആൻഡ് ഈസ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 60 days ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ.
നമ്മുടെ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാകണം. അപ്പോ രണ്ട് ബേസിക് കണ്ടീഷനുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ പറയുന്നു നമ്മുടെ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം, 182 ദിവസം നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടാകുക എന്നതാണ് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ പറയുന്ന ഇതാണ്, ആ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും, ആ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും അതിന് തൊട്ടു മുമ്പിലെ പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പിലെ 4 വർഷങ്ങളിലായി 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാകുകയാണ് എങ്കിൽ അയാളുടെ ബേസിക് കണ്ടീഷൻ ഓക്കെ ആകും. ബേസിക് കണ്ടീഷൻ ഓക്കെയാണ്. ഈ ബേസിക് കണ്ടീഷനിൽ ചില കേസുകൾ, 2 കേസുകൾ പ്രധാനമായിട്ട് പറയുന്നു. ആ കേസിൽ ഈ 182 ദിവസം എന്ന് പറയുന്ന ബേസിക് കണ്ടീഷൻ മാത്രം ഫോളോ ചെയ്യേണ്ട ചില ആളുകളുണ്ട്. അഥവാ 2 ഇൻഡിവിജ്വൽ കേസിൽ ഒന്നാമത്തെ പറയുന്നു, ഇന്ത്യൻ സിറ്റിസൺ ഹു ലീവ്സ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ ദ പർപ്പസ് ഓഫ് taking employment outside India, or an Indian citizen leaving India during the previous year as a member of crew of Indian ship. ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ ആയിട്ടോ അതല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഗൾഫിലേക്ക് ജോലിക്ക് പോയ ആള് അല്ലെ, എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടോ ഇന്ത്യയിൽ നിന്ന് പോയ ആളാണ് എങ്കിൽ അയാൾക്ക് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷനിലെ 60 ദിവസം എന്ന് പറയുന്നത് പ്രാവർത്തികമല്ല. അയാൾ 182 ദിവസം മിനിമം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അയാള് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ശ്രദ്ധിക്കണം, ഒരാള് ഇന്ത്യയിൽ നിന്നും തൊഴിലിന് വേണ്ടി വിദേശത്തേക്ക് പോവുകയോ ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ ആയിട്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് 60 ദിവസം എന്ന് പറയുന്ന രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ അയാൾക്ക് പറ്റില്ല. അയാൾക്ക് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യൽ നിർബന്ധമാണ്. അഥവാ അയാൾ അറ്റ്ലീസ്റ്റ് 182 ഡേയ്സ് ആ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടാകണം. രണ്ടാമത്തെ ആളാരാണെന്ന് പറയുന്നു, ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ origin who comes to visit India during the previous year. A person is said to be of Indian origin if either he or any of parents or any grandparents was born in undivided India. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കാം. അയാൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് വിസിറ്റിന് വന്നയാളാണ് എങ്കിൽ, അപ്പൊ വിദേശത്താണ് ഇന്ത്യയിലേക്ക് വിസിറ്റിന് വന്നയാളാണ് എങ്കിലും അയാൾക്കും എന്താണ് 182 ഡേയ്സ് മിനിമം ഇന്ത്യയിൽ ഉണ്ടാകണം എന്നത് നിർബന്ധമാണ്. ഓക്കെ, ഇനി അഡീഷണൽ കണ്ടീഷൻ അഥവാ സബ്സീക്വന്റ് കണ്ടീഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു 2 ബേസിക് കണ്ടീഷനുകളും 2 സബ്സീക്വന്റ് അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷനുകളുമാണ് ഉള്ളത് അല്ലെ. 2 ബേസിക് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. എന്താണ് ബേസിക് കണ്ടീഷൻ? ഒന്നുകൂടെ ഓർത്തു നോക്കിയേ. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ പറയുന്നു, ഇന്ത്യയിൽ 182 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടാകണം നമ്മുടെ പ്രീവിയസ് ഇയറിൽ. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ പറയുന്നു, പ്രീവിയസ് ഇയറിൽ 60 ദിവസവും അതിന് തൊട്ടു മുമ്പിൽ, പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പിലുള്ള 4 വർഷങ്ങളിൽ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാകുക എന്നതാണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ പറയുന്നത്. ഇനി അഡീഷണൽ കണ്ടീഷൻ പറയുന്ന ഇതാണ്, 1, he has been resident in India at least 2 out of 10 previous years preceding the relevant previous year. നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പിലുള്ള 10 വർഷങ്ങളിൽ 2 വർഷം ഇന്ത്യയിൽ ഉണ്ടാവുക. നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ തൊട്ടു മുമ്പിലുള്ള 10 വർഷങ്ങൾ അഥവാ 2019-20 തൊട്ടു മുമ്പിലെ 10 വർഷം നോക്കുക. 19, 18, 17, 18, 16, 17 ഇങ്ങനെ നോക്കിയിട്ട് 10 വർഷം വരെ നോക്കുക. 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം ഇന്ത്യയിൽ ഉണ്ടാവുക. അതാണ് ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ പറയുന്നത്. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ പറയുന്നു, he should have been in India for at least 730 days in all during 7 previous years.
പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പിലുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം. പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പിലുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ. അപ്പൊ രണ്ട് ബേസിക് കണ്ടീഷനും രണ്ട് അഡീഷണൽ കണ്ടീഷനും പറഞ്ഞു അല്ലെ. അഡീഷണൽ കണ്ടീഷൻ ഒന്ന് പറയുന്നത് 7 വർഷങ്ങളിൽ 730 ദിവസം, പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പിലെ 7 വർഷങ്ങളിൽ 730 ദിവസമോ അതല്ലെങ്കിൽ 10 വർഷങ്ങളിൽ 2 വർഷമോ. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് റെസിഡന്റ് ആണോ അല്ലയോ എന്ന് കണക്കാക്കുന്നത് നോക്കാം. ഫസ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ കേസിലാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നമ്മൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റിലെ പാർട്ടിൽ നമ്മൾ പറഞ്ഞായിരുന്നു. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഉണ്ടാവാം, HUF ഉണ്ടാവാം, കമ്പനി ഉണ്ടാകാം, ഫേം ഉണ്ടാവാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഉണ്ടാവാം, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഉണ്ടാവാം, എന്തുമാവാം. ഇവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വലിന്റെ കേസിലാണെങ്കിൽ നമ്മൾ റെസിഡന്റ് അഥവാ ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറ്റിസ്ഫൈ വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ആൻഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻ. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും രണ്ട് അഡീഷണൽ കണ്ടീഷനുകളും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ, ബേസിക് കണ്ടീഷൻ രണ്ടെണ്ണം പറഞ്ഞു. ഒന്നോർത്തെ ഏതൊക്കെയാ? ബേസിക് കണ്ടീഷൻ ഒന്ന്, he has been in India at least 182 days in that previous year അല്ലെ. പ്രീവിയസ് ഇയറിൽ 182 ദിവസമെങ്കിലും, മിനിമം 182 ദിവസമെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടാകണം. ദെൻ മറ്റൊന്ന് പറയുന്നു, പ്രീവിയസ് ഇയറിൽ 60 ദിവസവും തൊട്ടു മുമ്പിലെ 4 വർഷങ്ങളിൽ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാവുക എന്നാണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ. അപ്പൊ രണ്ടാൽ ഒരു ബേസിക് കണ്ടീഷൻ, രണ്ടും കൂടെ വേണ്ട, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും കൂടാതെ നമ്മൾ പറഞ്ഞ രണ്ട് അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? 7 വർഷത്തിൽ 730 ദിവസമോ 10 വർഷത്തിൽ 2 വർഷമോ. വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. 7ൽ 730ഉം 10ൽ 2. ഇതിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് പോരാ, രണ്ട് അഡീഷണൽ കണ്ടീഷനുകളും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറയുന്നത്. ഇനി നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ബട്ട് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബോത്ത് അഡീഷണൽ കണ്ടീഷൻ. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും, ബേസിക് കണ്ടീഷൻ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്, രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയും but does not satisfy both additional condition. രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ, രണ്ട് അഡീഷണൽ കണ്ടീഷനുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണത് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് നോൺ റെസിഡന്റ്. നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ഹി സാറ്റിസ്ഫൈ നൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ. ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ, അവിടെ അഡീഷണൽ കണ്ടീഷനെ പറ്റി ആലോചിക്കുകയേ വേണ്ട. ഒരു ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അയാൾ നമ്മൾ എന്തല്ല, ഇന്ത്യക്കാരനല്ല, നോൺ റെസിഡന്റ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പോ ഒരു ഇൻഡിവിജ്വലിന്റെ കേസിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 രീതിയിലാണ്. ഒന്ന് റെസിഡന്റ്, ദാറ്റ് ഈസ് ഓർഡിനറിലി റെസിഡന്റ്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബേസിക്കും രണ്ട് അഡീഷണൽ, വൺ ബേസിക് ടു അഡീഷണൽ, ഒരു ബേസിക്കും രണ്ട് അഡീഷണലും സാറ്റിസ്ഫൈ ചെയ്യുന്നയാളെ നമ്മൾ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും. നോട്ട് ഓർഡിനറി ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിക്കും പക്ഷെ രണ്ട് അഡീഷണലും സാറ്റിസ്ഫൈ ചെയ്തില്ല, ഇനി ഒരു അഡീഷണൽ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് എഴുതാം. അഥവാ 7ൽ 730 സാറ്റിസ്ഫൈ ചെയ്തു, അങ്ങനെയാണെങ്കിലും അയാൾ എന്താണ്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണ്. അഥവാ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഓർഡിനറി ആവത്തുള്ളൂ. അപ്പൊ ഒരു ബേസിക്കും ഒരു അഡീഷണൽ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ അയാൾ പറയുന്ന പേര് നോട്ട് ഓർഡിനറി. ഇനി ഒരു ബേസിക് പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അയാൾ എന്തല്ല,
ഇന്ത്യക്കാരനല്ല, നോൺ റെസിഡന്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ അഥവാ HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കുന്നത്. HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഒന്ന് റെസിഡന്റ് ആവണമെങ്കിൽ the control and management of its affairs is situated wholly or partly in India during the relevant previous year. അതിനുള്ള കണ്ടീഷൻ എന്തായിരിക്കണം? ആ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് മുഴുവനായോ ഭാഗികമായോ ആ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലായിരിക്കണം. അപ്പോ HUF റെസിഡന്റ് ആവണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. ഈ HUF റെസിഡന്റ് ആവണമെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ ഈ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. അതിനോടൊപ്പം തന്നെ സെക്കൻഡ് പറയുന്ന ഇതാണ്, അത് മാത്രം പോരാ, കർത്ത നമുക്കറിയാം HUFലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ എൽഡസ്റ്റ് പേഴ്സണെ പറയുന്ന പേര് അല്ലെങ്കിൽ അതിന്റെ മാനേജറെ പറയുന്ന പേരാണ് കർത്ത എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഈ കർത്ത, ദാറ്റ് ഈസ് മാനേജർ ഓഫ് HUF, സാറ്റിസ്ഫൈ ബോത്ത് അഡീഷണൽ കണ്ടീഷൻ ആപ്ലിക്കബിൾ ടു ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിനുള്ള അഡീഷണൽ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 7,730 10ൽ 2 വർഷവും. ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്താൽ മാത്രമേ അതിനെ റെസിഡന്റ് എന്ന് പറയുള്ളൂ. അപ്പോ HUF റെസിഡന്റ് ആവണമെങ്കിൽ എന്താവണം? അതിന്റെ പ്രവർത്തനം ഹോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാവണം ആ പ്രീവിയസ് ഇയറിൽ. അത് മാത്രം പോരാ, മാനേജറായ കർത്ത 2 അഡീഷണൽ കണ്ടീഷൻ, ഇൻഡിവിജ്വലിനുള്ള 2 അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്, അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. ഇനി അടുത്താണ് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. HUFന്റെ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആവണമെങ്കിൽ HUF is not ordinary resident when the control and management of its affairs is situated wholly or partly in India, but Karta does not satisfy the additional conditions during the previous year. The place of effective management is situated in India. അല്ലെ പറഞ്ഞത് തന്നെയാണ്. HUF നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ എന്തായിരിക്കും? അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണ്. അത് ഓക്കെ. രണ്ടാമത് നമ്മൾ കണ്ടീഷൻ പറഞ്ഞു, കർത്ത അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ, കർത്ത ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ അഡീഷണൽ കണ്ടീഷൻസ്, അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇത് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്ന് പരിഗണിക്കും. അപ്പോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി നോട്ട് ഓർഡിനറിലി ആവണമെങ്കിൽ അതിന്റെ കൺട്രോൾ ഇന്ത്യയിലാണ്, പക്ഷെ എന്തല്ല, കർത്ത അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഇനി അടുത്തത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ ഫേം. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. അല്ലെ, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ഇവരുടെ കേസിലാണെങ്കിൽ റെസിഡന്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ദ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. 2 കാര്യങ്ങളെ പഠിക്കേണ്ടതുള്ളൂ. റെസിഡന്റ് ആവണമെങ്കിൽ അതിന്റെ മുഴുവൻ കൺട്രോൾ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എവിടെയായിരിക്കണം? ഇന്ത്യയിലാവണം. അതാണ് റെസിഡന്റ് ആവാനുള്ള ഒന്ന്. രണ്ടാമത്തെ കാര്യം, നോൺ റെസിഡന്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. ദ ഹോളി ഓർ പാർട്ട്ലി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്താണ്. സോറി, ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെ, പാർട്ട്ലി പറ്റില്ല. ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ. പാർട്ട്ലി എന്ന് പറഞ്ഞാൽ പാർട്ട്ലി ഇന്ത്യയിൽ നിന്ന് അർത്ഥമായി അല്ലെ. ഓക്കെ. അപ്പൊ നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? AOP അല്ലെങ്കിൽ BOI അല്ലെങ്കിൽ ഫേമിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണ് എങ്കിൽ അത് നോൺ റെസിഡന്റ് ആവും. ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ ആണെങ്കിൽ അത് റെസിഡന്റ് ആകും. ഇനി കമ്പനിയുടെ കേസിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഇവരും പെടില്ല ഇൻഡിവിജ്വലിന്റെ കാറ്റഗറിയിൽ. പേഴ്സൺ എന്ന് പറയുന്നതിനകത്ത് ഇവർക്ക് പെടുത്താം. അപ്പോ കമ്പനി ആണ് എങ്കിൽ റെസിഡന്റ് ആവണമെങ്കിൽ it is an Indian company and the place of effective management is situated in India. അതൊരു ഇന്ത്യൻ കമ്പനി ആവണം. അതിന്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. അപ്പൊ നോൺ റെസിഡന്റ് ആണെങ്കിലോ it is not a Indian company. അത് ഇന്ത്യൻ കമ്പനി ആവരുത്. അതേപോലെ തന്നെ പ്ലേസ് ആൻഡ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യയുമാണ് എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരുണ്ട് നോൺ റെസിഡന്റ് എന്ന് പറയുന്നത്.
അപ്പൊ ഇത്രയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നമ്മൾ പഠിക്കാനുള്ളത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വലിന്റെ കേസിലാണെങ്കിലും HUF ആണെങ്കിലും AOP അല്ലെങ്കിൽ BOI തുടങ്ങിയതാണെങ്കിലും അതേപോലെ തന്നെ കമ്പനി ആണെങ്കിലും നിങ്ങളെ കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ 2 കണ്ടീഷനുകളാണ്, 2 അഡീഷണൽ കണ്ടീഷനും 2 ബേസിക് കണ്ടീഷനുകളും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.